തിരച്ചിലിനെ കുറിച്ചും അതെല്ലാ സാഹചര്യങ്ങളെ കുറിച്ചും നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് ആ കുടുംബത്തിന്റെ ഒന്നുകൂടി നമുക്ക് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്നുണ്ടല്ലോ. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണിക്കാൻ പറ്റും. കാരണം അർജുനൊപ്പം തന്നെ നമുക്ക് വളരെ പ്രധാനമാണ് കന്നഡിഗരായ രണ്ടുപേരെ കൂടി ആ ഒരു ദൃശ്യം കൂടി നമുക്ക് ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്നുണ്ട്. ആ ദൃശ്യം വളരെ പ്രധാനപ്പെട്ട ബൈജു നൽകിയ റിപ്പോർട്ടിലേക്ക് തന്നെ നമുക്ക് പോകാം. ഞാൻ ശേഷം ബൈജുലേക്ക് തിരികെ എത്തുകയും ചെയ്യാം. ബൈജു സൂചിപ്പിച്ചത് ഈ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ അതിൽ 3 പേരാണ് ആ തെരച്ചിൽ ഊർജിതമാകുമ്പോൾ ഒരു കുടുംബം കാത്തിരിക്കുന്നുണ്ട് കണ്ണീരോടുകൂടി. അത് മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ലക്ഷ്മണന്റെ ചായക്കടയിലെ കഴിഞ്ഞ 20 വർഷമായി ജോലി ചെയ്തിരുന്ന ജഗന്നാഥൻ എന്ന ആളുടെ കുടുംബമാണ്. പ്രതീക്ഷയോടെ അവർ ദുരന്തഭൂമിയിൽ വന്നു നിൽക്കുന്നു. പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങളെങ്കിലും നടത്താൻ കഴിയാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനൊപ്പം തന്നെ 2 കന്നഡക്കാർ കൂടി കാണാതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം അവരെ കൂടി കണ്ടെത്തണമെന്ന ആവശ്യം തന്നെയാണ് ലോകേഷും അതുപോലെ തന്നെ ജഗന്നാഥും. ജഗന്റെ ബന്ധുക്കളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഋതിക അദ്ദേഹത്തിന്റെ മകൾ ചേരുന്നു. ഋതിക, ಏನಾಯ್ತು ಇಪ್ಪೋ ಜಗನ್? 16 ಜುಲೈ ಬೆಳಿಗ್ಗೆ ಕೆಲ್ಸಕ್ಕಂತ ಬಂದಿದ್ರು ನಮ್ಮ ತಂದೆಯವರು. 8:50ಕ್ಕೆ ಇದು ಗುಡ್ಡ ಕುಸಿತ ಆಯ್ತು, ಎಲ್ಲರೂ ಹೋಗ್ಬಿಟ್ಟಿದ್ದಾರೆ. ಈಗ ನಮ್ಮ ತಂದೆಯವ್ರ ದೇಹ ಇನ್ನೂ ಸಿಕ್ಕಿಲ್ಲ ನಮ್ಗೆ. ಈ ಸರ್ಕಾರ ಏನೇ ಹೇಳುದು? ಸರ್ಕಾರ ಇದು ಹುಡುಕ್ ಕೊಡ್ತೀವಿ, ಕಾರ್ಯಾಚರಣೆ ಮಾಡ್ತಾ ಇದೀವಿ ಅಂತ ಹೇಳ್ತಾ ಇದಾರೆ. ಆದ್ರೆ ಇನ್ನೂ ಏನು ಸಿಕ್ಕಿಲ್ಲ ನಮ್ಗೆ. ಇಲ್ಲ, 1 ತಿಂಗಳಾಯ್ತು. ಇನ್ನೂವರೆಗೂ ನಮ್ಮ ಬಾವನ್ ಬಾಡಿ ಸಿಗಲಿಲ್ಲ. ನಮ್ಮ ಬಾವನ್ ಬಾಡಿ ಸಿಗಬೇಕು. ಅಟ್ಲೀಸ್ಟ್ ಒಂದು ಮೂಳೆನಾದರೂ ಸಿಕ್ಕಿದ್ರೆ ನಾವು ಅವ್ರು ತಗೊಂಡೋಗಿ ಅಂತ್ಯ ಸಂಸ್ಕಾರ ಮಾಡ್ತಿದ್ವಿ. ಅದರಿಂದ ನಿಮಗೆ ಟಿ ವಿನ ಇವರಿಗೆ ಕೃತಜ್ಞತೆ ಹೇಳ್ತೇವೆ. ಅದೊಂದು ನಿಮ್ಮ ಟಿ ವಿ മുഖാന്തരമാದರೂ ನಮ್ಮ ಬಾವೊಂದು ಮೂಳೆ ಸಿಗುವಂಗೆ ಮಾಡ್ಕೊಟ್ರೆ ತುಂಬಾ താങ്ക്സ് സാർ. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ, അതുപോലെ തന്നെ ലോകേഷ്, അതുപോലെ തന്നെ ജഗന്നാഥ്. ഈ 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. അവരെ 3 പേരെയും കണ്ടെത്തേണ്ട രക്ഷാ ദൗത്യം തന്നെയാണ് ഇവിടെ നടക്കേണ്ടതും. എന്തായാലും നമുക്ക് ഇവർ 3 പേരും പ്രിയപ്പെട്ടവരാണ്. ഇവരെയും നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്, അവരെ കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് അവരുടെ മൃതദേഹമെങ്കിലും ലഭിക്കണം നമുക്ക് വന്ധ്യകർമ്മങ്ങൾ ചെയ്യാനെന്ന അത്രത്തോളം അവരുടെ ഒരു ദയനീയ അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നാളത്തെ തെരച്ചിലിൽ ആ 2 പേരെ കൂടി കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെ നമുക്ക് വെച്ച് പുലർത്താം. അതിനായുള്ള രക്ഷാ ദൗത്യമായിരിക്കണം നാളെ നടക്കേണ്ടതെന്നും ഏതായാലും നമുക്കിപ്പോൾ ആഗ്രഹിക്കുകയും ചെയ്യാം. KV ബൈജു, ന്യൂസ് 18 ശിരൂർ. ബൈജു, ജഗന്നാഥന്റെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ച്, പക്ഷേ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്താണ് അവർ പ്രധാനമായും ആഗ്രഹിക്കുന്നത്? എന്താണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ എന്താണെന്നുള്ളതിനൊക്കെ പ്രതികരണം എന്തായിരുന്നു? എൽദോ, ഇന്നലെ നമ്മൾ യാദൃശ്ചികമായാണ് ആ കുടുംബത്തെ അവിടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വളരെ വിഷമത്തോടെ, അതായത് അത്രത്തോളം സങ്കടത്തോടെ അവരവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഈ മനാഫും ജിത്തിനും അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. അങ്ങനെയാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് എത്തുന്നത്. അവർ ഈ ജഗന്നാഥിന്റെ 3 മക്കളും അവരുടെ കുടുംബമായിരുന്നു. അവർ വലിയ സങ്കടത്തിലായിരുന്നു. അവരെ ആരെങ്കിലും അവരെ ആശ്വസിപ്പിക്കാനൊക്കെ എത്താത്ത ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അവരെ കൂടി ചേർത്ത് പിടിക്കണമെന്ന ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. അവർക്ക് മലയാളം അറിയില്ല, അതുകൊണ്ട് തന്നെയാണ് കന്നഡയിൽ നമ്മൾ അവരോട് സംസാരിച്ചത്. അവർ പ്രധാനമായും പറഞ്ഞത് അവർക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ ജഗന്നാഥനെ കണ്ടെത്തി തരണം. അർജുനൊപ്പം അർജുന് വേണ്ടിയുള്ള തെരച്ചിലാണ് അവരുടെ വലിയ പ്രതീക്ഷ. അത്രത്തോളം വലിയ സംവിധാനങ്ങൾ നമ്മൾ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ സമ്മർദ്ദമുണ്ടാക്കി ആ തെരച്ചിൽ തുടരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കുടുംബമാണ് അവർ. അവർ പറയുന്നത് ഏതെങ്കിലും നേരത്തിൽ ഇന്ന് അർജുനെ കണ്ടെത്തിയാൽ ആ തെരച്ചിൽ നിർത്തിവെക്കുകയോ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാതെ നമ്മുടെ ജഗന്നാഥനെയും കൂടി കണ്ടെത്തി തരാൻ ഇതേ സന്നാഹങ്ങൾ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന ഒരു പ്രാർത്ഥനയാണ് അവർ പറയുന്നത്. മാത്രമല്ല, അവർ ഏറ്റവും ഒടുവിൽ പറഞ്ഞ സങ്കടകരമായ വാർത്ത, അവസാനമായി മൃതദേഹം നമുക്ക് ലഭിക്കാനുള്ള അവസരം ഉണ്ടാകണം. അവന്റെ ജഗന്നാഥന്റെ അവസാന ചടങ്ങുകൾ നടത്താനുണ്ട്, അതെങ്കിലും നമുക്ക് ലഭിക്കണം എന്ന ഒരു വാക്ക് അവരുടെ കണ്ണിൽ നിന്നും വരുന്ന അവരുടെ കണ്ണുനീർ, അകത്ത് ഉള്ള ആ സങ്കടക്കടൽ, അതൊക്കെ നമുക്ക് കാണാതെ പോകാൻ എന്തായാലും പറ്റില്ല. നമുക്ക് ഇവരെല്ലാം ഒരുപോലെയാണ്. നമ്മൾ നേരത്തെയും അത് പറഞ്ഞു, അത് മനാഫ് ഉൾപ്പെടെ പറഞ്ഞു, അവരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. കേരളത്തിന്റെ പ്രാർത്ഥന ആ 2 പേർക്ക് കൂടി എന്തായാലും ഉണ്ടാകണം. എന്തായാലും ഇന്നത്തെ തെരച്ചിലേക്ക് വന്നാൽ എൽദോ ഏറ്റവും പ്രധാനം ഇന്ന് ഈശ്വർ മൽപ്പയിലേക്ക് തന്നെയാണ്. ആ രക്ഷാദൌത്യ സംഘം ഇന്ന് കൂടുതൽ പേരായി, കൂടുതൽ ആളുകളായി. നമുക്കറിയാം, കാരിരുമ്പിന്റെ കരുത്തുള്ള മത്സ്യത്തൊഴിലാളികൾ അവർ ഇന്ന് അർജുനെ തേടി ആഴങ്ങളിലേക്ക്, ആ ലോറിക്കരിയിലേക്ക് ഇന്ന് ഇറങ്ങുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. മൽപ്പെ ആ ലക്ഷ്യം, ആ ദൌത്യം പൂർത്തീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ
ദിവസങ്ങളിൽ മൽപ്പെ ഈ തെരച്ചിലിന് ഇവിടെ എത്തിയെങ്കിലും അതിന് അനുവാദം നൽകാതെ അദ്ദേഹം മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അതിൽ ഈ സതീഷ് MLA-യുടെ ആ ഇടപെടൽ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെ ഈ സതീഷ് MLA അദ്ദേഹം മുൻകൈ എടുത്താണ് ഇപ്പോൾ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും ഇന്ന് അർജുൻ അരികിലേക്ക് എത്താൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം മൽപ്പെ നമ്മോട് ഇന്നലെ പങ്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ലോറിയുടെ അവശിഷ്ടം കണ്ടെത്തിയതിന് കൂടുതൽ അവശിഷ്ട ഭാഗങ്ങൾ ഇന്ന് കിട്ടും. ഒപ്പം ഈ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും അതിനുള്ള കാത്തിരിപ്പാണ്. ഇനി വരുന്ന ഓരോ മണിക്കൂറുകളും നിർണായകമാണ്. ആ അർജുനെ തേടിയുള്ള യാത്ര രക്ഷാദൌത്യം 8:30 ആരംഭിക്കും. എൽദോ റൈറ്റ് വളരെ